ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 75ാമത് കോട്ടപ്പുറം പുഴനിലാവ് ഞായറാഴ്ച നടക്കും. കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വർഷധാര പുരസ്കാരം TN പ്രതാപന് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50,000 രൂപയും ഡാവിഞ്ചി സുരേഷ് തയ്യാറാക്കുന്ന ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ഒക്ടോബർ 12 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് പുരസ്കാരം സമ്മാനിക്കും. VM ജോണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംവിധായകൻ കമൽ, നടൻ സലീം കുമാർ, കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ, കവി സെബാസ്റ്റ്യൻ, ഡാവിഞ്ചി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കോട്ടപ്പുറം കായലൂരത്ത് ആംഫി തിയേറ്ററിൽ നടത്തി വരാറുള്ള പുഴനിലാവ് 2013 ആരംഭിച്ച പുഴനിലാവ് ഇപ്പോൾ 75-ലെത്തിയിരിക്കുന്നത്. 75ാമത് പുഴനിലാവാണ് ഈ വരുന്ന 12-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6:30 കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടത്തുന്നത്. ഈ 75ാമത് പുഴനിലാവിന് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ പുഴനിലാവുന്ന ആശയം ഇവിടെ ഞങ്ങളുടെ ഈ ടൂറിസം സൊസൈറ്റി രൂപീകരിക്കുകയും ഈ ആശയം മുന്നോട്ട് വെച്ചത് മുൻ MLA കൂടിയായ നമ്മുടെ പ്രിയങ്കരനായ TN പ്രതാപനാണ്. നമുക്കറിയാം കോട്ടപ്പുറം മേഖലയിൽ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം പൈതൃകവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ നടത്തുകയുണ്ടായി. അതിലൊരു വിനോദം മാസങ്ങളിൽ എല്ലാ മാസവും നമ്മൾക്ക് ഒരു ദിവസമെങ്കിലും കായലോരത്ത് ഒരു പ്രോഗ്രാം ഉണ്ടാവണം. അതിനിട്ട പേരാണ് പുഴനിലാവെന്നും അത് അദ്ദേഹം തുടങ്ങി വെച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ചതിൻ്റെ പ്രോത്സാഹനം തരികയുടെ അടിസ്ഥാനത്തിലാണ് അത് 75-ലെത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ആ 75-ൽ വെച്ചിട്ട് വർഷധാര പുരസ്കാരം എനിക്ക് മുന്നിൽ പ്രഥമ പുരസ്കാരം കൊടുത്തത് കമലിനായിരുന്നു, സംവിധായകൻ കമലിനായിരുന്നു. കാരണം ആ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മഴ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്ത് അതിനങ്ങനെ പേരും കൂടി നൽകിയത് വർഷധാര അങ്ങനെയാണ്. അത് ആ പുരസ്കാരമാണ് നമ്മൾ TN പ്രതാപന് നൽകുന്നത്. സംവിധായകൻ സത്യൻ അന്തിക്കാടാണ്. അത് പ്രത്യേക സത്യൻ അന്തിക്കാടാണ് പുരസ്കാരം സമർപ്പിക്കുന്നത്. അന്നത്തെ ആ പുരസ്കാരത്തിൻ്റെ അന്ന് തന്നെ പ്രഥമ പുരസ്കാരം നൽകി നമ്മൾ ആദരിച്ച സംവിധായകൻ കമൽ, കൂടാതെ ഭരത് സലീം കുമാർ, പിന്നെ കൂടാതെ തന്നെ നമ്മുടെ കവി സെബാസ്റ്റ്യൻ, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബി കളത്തിലെ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി 2013 മുതൽ എല്ലാ മാസവും നടത്തിവരുന്ന സാംസ്കാരിക കൂട്ടായ്മയാണ് പുഴനിലാവ്. ഒക്ടോബർ 12 75ാം പുഴനിലാവാണ് അരങ്ങേറുന്നത്. മുൻപ് വർഷധാര പ്രഥമ പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ കമലിനായിരുന്നു. VM ജോണി, PP ശിവശങ്കരൻ, ജോഷി ചക്കമാട്ടിൽ, PT സാബു, PD ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.